ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, എല്ലാവർക്കും നമ്മുടെ സർവൈവൽ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ വന്നിട്ടുണ്ട്. ഫുഡ് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒട്ടും ഫുഡില്ല. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളിന്ന് ഫുള്ള് അയൺ ആർമർ ആൻഡ് ടൂൾസിലേക്ക് നമ്മൾ മാറാൻ പോവുകയാണ്. ഗൈസ്, നമ്മൾ അങ്ങനെ ഫുഡെല്ലാം കുക്ക് ചെയ്ത് നമ്മൾ 56 ടോർച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീടിനടുത്തുള്ള ഒരു കേവിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് നിങ്ങളെ കാണിക്കാം. ഗൈസ്, നമ്മുടെ കേവ് എന്ന് പറയുന്നത് ഇതാണ്. സോംബി ഇതേ കയറി വരുന്നുണ്ട്. ഗൈസ്, എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ പോലും ഇല്ല. പോടാ 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 പോടാ. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടുന്ന് അയൺ എടുക്കുക. അയൺ ഗൈസ്, നമ്മൾ ഫസ്റ്റ് അയൺ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. താഴെ നിന്നും കയറി വരത്തില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാനിത് മൈൻ ചെയ്യുകയാണ്. ഓക്കെ, അത്യാവശ്യം തോനെ ഇരിപ്പുണ്ട് ഗൈസ്. നല്ല രീതിയിൽ അയൺ ഇരിപ്പുണ്ട് ഗൈസ്. ഇവിടെ നല്ല രീതിയിൽ അയൺ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മൈൻ ചെയ്ത് എടുക്കുമ്പോൾ എത്രണ്ണം കിട്ടുമെന്ന് നോക്കാം. ഗൈസ്, നമ്മൾ അത്രയും മൈൻ ചെയ്തപ്പോൾ നമുക്ക് 8 എണ്ണം അങ്ങാണ്ട് കിട്ടി. പിന്നെ നമ്മുടെ ബേസിനകത്തും കുറച്ച് അയൺ ഇരിപ്പുണ്ട്, അതെനിക്കറിയാം. നമ്മൾ കുറച്ച് നമ്മൾ അയൺ മൈൻ ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ താഴെ ഒരു സ്കെലട്ടൺ നിൽക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ പോകുന്നതാണോ ബുദ്ധി അതോ അയൺ എടുക്കുന്നതാണോ ബുദ്ധി? ഞാൻ എന്തായാലും പോവാം. നമ്മൾ മാക്സിമം ഡെഡ് ആവാതെ നമ്മൾ പ്ലേ ചെയ്യാനാണല്ലോ നോക്കുന്നത്. അപ്പോൾ നമുക്ക് പറ്റാവുന്ന ആർമർ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഞാൻ എൻ്റെ ബേസിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഞാൻ എൻ്റെ വീടെത്തി. ഓക്കെ, നമുക്ക് കിട്ടിയ അയൺ ഇവിടെ എവിടെയോ ഇരിപ്പുണ്ട്. ഞാനിവിടെ 3 ചെസ്റ്റൊക്കെ ഉണ്ടാക്കി. 21 അയൺ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കിപ്പോൾ 30 അയണായി. ഈ അയൺ ഇനി സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമുക്കിതിനെ ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫുൾ അയൺ നമ്മൾ സ്മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഒരു ഹെൽമെറ്റ്, ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ലെഗിൻസ്, ഒരു ബൂട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ടൂൾസും വേണം. അപ്പോൾ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയെടുത്ത്, ഒരു സോഡ്, ഒരു ആക്സ്, പിക്കാക്സ് ഉണ്ടാക്കാൻ ഗൈസ് നിർഭാഗ്യവശാൽ നമ്മുടെ അയണില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ഷീൽഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻവെൻ്ററി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരുന്ന. ഓക്കെ, നമ്മളങ്ങനെ ഇൻവെൻ്ററി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഇൻവെൻ്ററിയിലുള്ളൂ. നമ്മളിപ്പോൾ ഫുൾ അയൺ ആർമർ ആൻഡ് ടൂൾസിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ സാധാരണ ടൂൾസ് എല്ലാം മാറ്റി നമുക്ക് പിച്ചിലൂടെ പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ആ കേവിലോട്ട് പോവാം. ഗൈസ്, ഞാനങ്ങനെ കേവിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ പെതിയെ പോകുന്നുള്ളൂ. ഗൈസ്, ഷീൽഡ് കൈ പിടിക്കാൻ മറന്നുപോയി. ഓക്കെ, പെതിയെ സൂക്ഷിച്ച് പോവാം. ലൈറ്റ് അവിടെ ഇവിടെ വെക്കണം. ഇവിടെ ഒരു ലൈറ്റ് ഇരിക്കട്ടെ. താഴെ മൂവ്സ് ഒന്നും ഇല്ല. എന്നാൽ പിന്നെ ഞാൻ ഈ അയണങ്ങ് എടുക്കാം. ഇവിടെ ഒരുപാട് അയൺ ഇരിപ്പുണ്ട്. ഓക്കെ, അത്യാവശ്യം നമുക്ക് ടൂൾസ് എല്ലാം കൂടെ സെറ്റായി നമുക്കൊരു മൈൻക്രാഫ്റ്റിൽ ഒരു 8 ഡേയ്സെങ്കിലും നമുക്ക് നിൽക്കാനുള്ള അയൺ കിട്ടിയാൽ മതിയായിരുന്നു. ഓ ഗൈസ്, താഴെ പോയി കയറിക്കോ. ഞാൻ ബ്ലോക്ക് കൊടുത്തില്ല. പെട്ടെന്ന് നമുക്ക് ക്രൗച്ച് ചെയ്തിട്ട് നമുക്കിരിക്കാം. ഓക്കെ, ഇനി ബ്ലോക്ക് എടുക്കാൻ പറ്റുമല്ലോ. താഴെ പോയി ഗൈസ്, നിർഭാഗ്യവശാൽ കിട്ടി. ഓക്കെ ഗൈസ്, ഞാൻ നിങ്ങളെ ലാഗ് അടിപ്പിക്കുന്നില്ല. ഈ ബ്ലോക്കെല്ലാം ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കാം. ഗൈസ്, നമുക്കങ്ങനെ 21 അയൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് ധാരാളമാണ്. നമുക്ക് ബേസിലോട്ട് പോവാം. നമ്മൾ അത്യാവശ്യം നല്ലൊരു കേവ് തന്നെ നമുക്ക് സ്പോട്ട് ചെയ്തു. നിർഭാഗ്യവശാൽ നമ്മുടെ ഫുഡ് നമുക്കിപ്പോൾ കുറവാണ്. നൈറ്റ് ആവുന്ന നമുക്കെന്തായാലും ഇവിടുന്ന് തന്നെ എത്രാമത്തെയോ നമ്മുടെ രാത്രി സ്ലീപ്പ് ചെയ്യാം. സോംബി വരുന്നു.
എന്നെ അടിക്കുമോന്ന് അറിയത്തില്ല. എവിടെ? ദൂരെയാണ് ഗൈസ്. നമ്മൾ സേഫാണ്. അപ്പോൾ നമുക്ക് അയ്യോ ക്രീപ്പർ. ഗൺ പൗഡർ എനിക്ക് വേണം. ഗൺ പൗഡർ അമ്മച്ചി പൊട്ടി. അത്ര പെട്ടെന്ന് പോകണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. അത് ഞാൻ പിന്നെ എപ്പോഴേലും അടച്ചോളാം. ഞാൻ ഈ വേൾഡിൽ ഒറ്റയ്ക്കായ പോലെ ഒരു തോന്നൽ. നമുക്ക് ഉടനെ ഇങ്ങോട്ടൊരു ഫ്രണ്ടിനെ കൊണ്ടുവരണം. ഓക്കെ, നമുക്കിതിന് കുറച്ചൊക്കെ ആയിട്ട് എടുത്ത് സ്മെൽറ്റ് ചെയ്യാം. അതാകുമ്പോൾ നമ്മൾ എത്രത്തോളം ഫർണേസ് വെക്കുന്നു, അത്രത്തോളം നമുക്ക് അതിൻ്റെ അകത്ത് സാധനങ്ങൾ വെക്കുന്നു, അത്രയും നമുക്ക് സ്പീഡിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നോക്കിയാൽ ഞാൻ ഇത്രയും വെച്ച് കഴിഞ്ഞു. നമ്മൾ ആദ്യം വെച്ചതിൽ നിന്നൊക്കെ നമ്മൾ പതിയെ അയണിങ്ങനെ എടുത്താൽ മതി. എല്ലാത്തിലും കുറച്ചായിട്ട് സ്മെൽറ്റ് ചെയ്ത് ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പം നമുക്ക് അത്യാവശ്യത്തിനുള്ള അയൺ കിട്ടിക്കോളും. അപ്പോൾ ഇതെല്ലാം സ്മെൽറ്റായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ ഗേസ്, നമ്മുടെ അയണെല്ലാം സ്മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റിക്ക് എടുക്കാം. നമ്മുടെ പഴയ വുഡും എടുക്കാം. ഓക്കെ, നമുക്കിനി ഒരു പിക്കാക്സ്, ഒരു ഷവല്, ഹോ നമുക്ക് ഉണ്ടാക്കണം. ഉണ്ടാക്കാം. നമുക്കൊരു ഹോ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെസ്റ്റ് തുറന്നിട്ട് നമ്മുടെ ഫസ്റ്റത്തെ അല്ല എങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കണം ഈ 4 ടൂൾസും. നമ്മളങ്ങനെ ഫുള്ള് അയൺ ആർമർ ആൻഡ് ടൂൾസിലേക്ക് നമ്മൾ കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോള് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്ലാനിങ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു സാമ്രാജ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ നമ്മൾ ഇനി വരുന്ന എപ്പിസോഡിൽ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഈ ഒരു ബ്ലോക്ക് നമ്മൾ വെച്ചായിരുന്നു. അതിൽ നമ്മൾ ഇത്രയും വലിയൊരു മരം ഉണ്ടാക്കി കുറച്ച് ചില്ലകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വീഴുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെ നമുക്കൊരു കുതിര നല്ലതാണല്ലേ. നമുക്കിപ്പോഴേ ഒരു ബോട്ട് ഉണ്ടാക്കി അവനെ അതിൽ പിടിച്ചിരുത്താം. ബോട്ട് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? ഷവല് വേണമല്ലേ? ഒരു ഷവല്. ഓക്കെ, ഒരു ബോട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അവൻ ബോട്ട് ഇരിക്കുമോയെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും കൊണ്ട് വെച്ച് നോക്കാം. ബോട്ട് ഇരുന്നാൽ മതിയായിരുന്നു. ഒന്ന് ക്രൗച്ച് ചെയ്ത് ഇല്ല, അവൻ ബോട്ട് ഇരിക്കില്ല. ഞാനവനെ ഹിറ്റും കൊടുത്തല്ലോ. അവൻ ബോട്ട് ഇരിക്കത്തില്ലേ ഗൈസ്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ പിന്നെ അടിച്ച്. ഇനി എന്തായാലും ആവശ്യമില്ല, പോട്ടെ. ഓക്കെ, നമുക്ക് വരുന്ന എപ്പിസോഡിൽ നിറച്ചും ഫാംസൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോള് നമ്മൾ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗേസ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സർവൈവൽ സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് പുതിയൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.